അപ്പോൾ ഇന്നൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു പ്രൊഡക്റ്റാണ്. ട്രെസമ്മേന്റെ ഒരു ഹെയർ സെറത്തിന്റെ റിവ്യൂ ആണ്. ഒരു പുതിയ ലോഞ്ചാണ് അവരുടെ ട്രെസമ്മേന്റെ സിൽക്ക് പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെയർ സെറത്തിന്റെ റിവ്യൂ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കേജിങ്ങിലൂടെയാണ് ഇത് വരുന്നത്. കണ്ടാൽ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഹെയർ സെറം പോലെ തന്നെ തോന്നിക്കും. പിന്നെ യൂസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ തോന്നിക്കുന്നുണ്ട്. വേണ്ട ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഒരു പ്രീമിയം പാക്കേജിംഗ് ആണ്. ട്രെസമ്മെ സിൽക്ക് പ്രസ്സിൽ 20ഓളം അമിനോ പെപ്റ്റൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടി നല്ല സിൽക്ക് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് വെച്ചാൽ നമ്മുടെ എയർ വാഷ് ഒക്കെ കഴിഞ്ഞ ശേഷം ടവൽ ചെയ്ത് ഡ്രൈ ആക്കിയതിനൊക്കെ ശേഷം ഒരു ഇതിൽ ഡ്രോപ്പർ ഉണ്ട്. ഇതിന് കണ്ടോ, നമ്മുടെ എന്താ ഇതിൽ നമുക്കൊരു 3-4 ഡ്രോപ്സ് ഒക്കെ എടുത്താൽ മതി. പാമിൽ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഹെയറിൻ്റെ മിഡ് പോർഷൻ മുതൽ എൻഡ് പോർഷൻ വരെയൊക്കെ അപ്ലൈ ചെയ്താൽ മതി. സ്കാൽപ്പിലേക്ക് അധികം യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. ഇതൊരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഗ്രീസി ആയിട്ട് തോന്നില്ല. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കുറച്ചൊരു ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഫ്രിസ് കൺട്രോൾ ആണ്. ഫ്രിസ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫ്രഷ് ലുക്ക് തോന്നിക്കും നമ്മുടെ ഹെയറിന്. ഈ ഹെയർ സ്മൂത്ത് ആകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനം കേട്ടോ. പിന്നെ നമ്മുടെ ചിലർ ഹീറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അവർക്കൊക്കെ ഈ സെറം അപ്ലൈ ചെയ്ത ശേഷം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്ക് അധികം ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ സഹായിക്കും. പിന്നെ ഇതിന്റെ സ്മെല്ല് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല സ്മെല്ലാണ്. ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. വേറെ സെറമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയുള്ള ഇതെന്ന് വെച്ചാൽ പ്രൈസ് കുറച്ച് ഹൈ ആണ്. നോർമൽ ഇപ്പോൾ സ്ട്രീക്സ് അങ്ങനെയുള്ള സെറങ്ങളുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. ഒരു 498 ഒക്കെയാണ് ആമസോണിൽ ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നാൻ ചാൻസ് ഉണ്ട്. അതായത് ഹെയർ ഒരു ഒതുങ്ങിയിരിക്കില്ല. ചിലപ്പം എണ്ണയൊക്കെ തേച്ച് ഭയങ്കര ഒട്ടിയിരിക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യും. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ എയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടും. ഇപ്പം നോർമലി ചില ആളുകൾ ഡെയിലി എയർ വാഷ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സാധനമാണ്. ഡെയിലി നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അധികം സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല ഇത് തേച്ചിട്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എയർ സെർ ആണോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇത് അഫോർഡബിൾ അല്ല. ഒരു 500 റേഞ്ച് എന്ന് പറയുമ്പോൾ അത്ര അഫോർഡബിൾ റേഞ്ച് അല്ല അത്. നമുക്കൊരു 200 രൂപ 150 രൂപ ആ റേഞ്ചിലൊക്കെ എയർ സെറം ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ എയർ സെറം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു ന്യൂ ലോഞ്ച് ആയതുകൊണ്ട് ഒരു 2-3 മന്ത്സ് ആയിട്ടുണ്ടാവുള്ളൂ ഇത് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.